കുട്ടികളിൽ വരുന്ന ഹോർമോൺ അസുഖങ്ങളെയാണ് ഈ പീഡിയാട്രിക് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി പല രീതിയിലുള്ള ഫോളോ അപ്സ് നമുക്ക് ആവശ്യമാണ്. കുട്ടികളിൽ വരുന്ന ഹോർമോൺ പ്രോബ്ലമായ തൈറോയിഡ് ഡിസോർഡർ, ഗ്രോത്ത് പ്രോബ്ലംസ്, ജെൻഡർ ഇഷ്യൂസ്, അല്ലാതെ വരുന്ന ഹോർമോൺ പ്രോബ്ലംസ് ആണ് ഒബിസിറ്റി. ഈ 4 കണ്ടീഷൻസിന് വേണ്ടി ഒരു പീഡിയാട്രിക് എൻഡോക്രിനോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ വളരെ ആവശ്യമായിട്ട് വരുന്നു. എന്തെന്നാൽ അവരുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ടായിരിക്കണം ഹോർമോൺസിന്റെയും വളർച്ച. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ കുറയുകയാണെങ്കിൽ പൊക്കമില്ലായ്മ എന്നൊരു പ്രശ്നം വരാം. തൈറോയിഡിനും ഇതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് കുട്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ തൈറോയിഡ് ശരിക്കും വരുന്നില്ലെങ്കിൽ അത് ബുദ്ധിയെയും ബാധിക്കാം. പിന്നെ ഹോർമോൺസ് പ്രോബ്ലം, ഡയബറ്റീസ് ഇപ്പോൾ കുട്ടികളും കണ്ടുവരുന്നു. ഇതുകൂടാതെ കുട്ടികളിൽ വരുന്ന ജെൻഡർ ഇഷ്യൂസും നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പീഡിയാട്രിക് എൻഡോക്രിനോളജിസ്റ്റ് ആണ് ഇതിനെക്കുറിച്ച് ഓഥന്റിക് ആയിട്ടും നന്നായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരാൾ. തീർച്ചയായിട്ടും എൻഡോക്രിനോളജി സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ചാർട്ട് ചെയ്യാം, നമുക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോർമോൺ ടെസ്റ്റ് ഉണ്ട്, സ്കാൻ ചെയ്യാം. തീർച്ചയായിട്ടും ആവശ്യമുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരു നിയർ നോർമൽ ഡെവലപ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും.